വലിയ ബിരുദങ്ങളും ഉയർന്ന ക്വാളിഫിക്കേഷനൊക്കെ ഉള്ള ഒരാളായാൽ ആ മനുഷ്യന് സംസ്കാരം ഉണ്ടാവുമോ? യഥാർത്ഥത്തിൽ ഇല്ല എന്നാണ് ഇന്നത്തെ സാഹചര്യ ചുറ്റുപാടുകൾ നമ്മോട് പറയുന്നത്. വിദ്യാഭ്യാസം ഒരിക്കലും ഒരു മനുഷ്യൻ്റെ സംസ്കാരത്തെ അളക്കാനുള്ള മാനദണ്ഡം അല്ല എന്നാണ് ഇന്നത്തെ സിറ്റുവേഷനുകളും ഇന്നത്തെ സാഹചര്യങ്ങളും തെളിയിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ തിരിച്ചറിവാണ് ആ മനുഷ്യനെ സംസ്കാര സമ്പന്നനാക്കുന്നത് എന്നാണ് യഥാർത്ഥത്തിലുള്ള ഇന്നത്തെ കണ്ടെത്തലുകൾ. ഇന്ന് ഏറെ പ്രസക്തമായ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുപാട് കുടുംബങ്ങളെ തകർത്ത സാഹചര്യങ്ങൾ സൃഷ്ടിച്ച ഒരു വലിയ സാഹചര്യത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എങ്ങനെയാണ് ഇന്നത്തെ സാങ്കേതിക വളർച്ചയും ഡിജിറ്റൽ പേയ്മെൻറ്റുകളൊക്കെ ഒരുപാട് കുടുംബങ്ങളെ തകർത്തത്. നമ്മൾ സാധാരണ നിത്യമായിട്ട് ഉപയോഗിക്കുന്ന പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ, അതേപോലെ സൂപ്പർ മാർക്കറ്റുകൾ, ചെറുകിട കച്ചവടങ്ങൾ, അത്തരത്തിലുള്ള നമ്മൾ സാധന സാമഗ്രികൾ വാങ്ങുന്ന കടകൾ, മൊബൈൽ ഷോപ്പുകൾ, ഇത്തരം സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മുടെ നിത്യ ഉപയോഗ സാഹചര്യങ്ങൾ എങ്ങനെയാണ് ഒരുപാട് കോളേജ് കുട്ടികളെയും ഉയർന്ന വിദ്യാഭ്യാസമുള്ള ഉദ്യോഗസ്ഥരെയും യുവാക്കളെയൊക്കെ വഴി തെറ്റിക്കുന്നു. ഇവിടെയെല്ലാം വലിയ ചതിക്കുഴികൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് ഇന്നത്തെ തലമുറ പലപ്പോഴും തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഒരുപാട് കുടുംബങ്ങൾ ഇന്ന കാലഘട്ടത്തിൽ ശിഥിലമായി പോയത്. നമ്മുടെ സാഹചര്യങ്ങളും സൗകര്യങ്ങളും നമുക്കുള്ള എല്ലാ സംവിധാനങ്ങളും വലിയ രീതിയിൽ ഉയരുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും അപകട കുഴികൾ നമ്മൾ തിരിച്ചറിയാറില്ല. ഇന്നത്തെ അവിഹിതവും അതേസമയം ലഹരിക്കടത്തും എല്ലാത്തിനും പിറകിലും ഇത്തരം കെണികൾ തന്നെ. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് നാം ഉപയോഗിക്കുന്ന പബ്ലിക് ട്രാൻസ്പോർട്ടായ ബസ്സുകളിലും ഓട്ടോ തൊഴിലാളികളൊക്കെ അവർക്ക് പലപ്പോഴും നമ്മുടെ ഉമ്മ പെങ്ങന്മാരൊക്കെ അവർ നമ്പർ കൈമാറേണ്ട സാഹചര്യം സൃഷ്ടിക്കപ്പെടാറുണ്ട്. കാരണം ഇന്നത്തെ ഡിജിറ്റൽ ഇടപാടിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ അവിടെയൊക്കെ പിന്നീട് വരുന്ന ചതിക്കുഴികൾ നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറത്താണ്. പലപ്പോഴും പറയാറുണ്ട്, ഓട്ടോറിക്ഷ ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടിപ്പോയി, അതല്ലെങ്കിൽ ബസ് കണ്ടക്ടറുടെ കൂടെ ഒളിച്ചോടിപ്പോയി. ഇത്തരം സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെടുന്നതിൻ്റെ ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത് ഇത്തരം ഡിജിറ്റൽ ഇടപാടുകളാണ് എന്ന് ഏതൊരു മനുഷ്യനും അറിയാത്ത കാര്യമല്ല. പക്ഷേ ഇത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ ഉതകുന്ന അതിന് പ്രധാനപ്പെട്ട കാരണമാവുന്ന ഒരു സാഹചര്യങ്ങൾ എങ്ങനെയാണ് എത്തിപ്പെടുന്നത് എന്ന് നാം ചിന്തിക്കണം. ഇത്തരം സാഹചര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഡൈവേഴ്സിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ മിനിറ്റുകൾക്കും സെക്കൻഡുകൾക്കുമാണ്, പ്രത്യേകിച്ച് നമ്മളുടെ കേരളത്തിൽ.